ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബ്രെഡ് ഫ്രഞ്ച് ടോസ്റ്റ് ചെയ്യൂലേ, അതിലേക്ക് ഫില്ലിംഗ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിളൊക്കെ കുറച്ച് മയോണൈസിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എങ്കിൽ പിന്നെ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സാൻഡ്വിച്ച് ബ്രെഡാണ്. സാൻഡ്വിച്ച് ബ്രെഡ് പൊതുവെ കുറച്ച് വലിപ്പമുള്ളതായിരിക്കും, നമ്മൾ നോർമൽ ബേക്കറി ബ്രെഡ് പോലെ അല്ല. ഇനി കുറച്ച് മയോണൈസും അതുപോലെ ടൊമാറ്റോ കെച്ചപ്പും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം. ഞാനിവിടെ അത്യാവശ്യം വെജിറ്റബിൾ ആഡ് ചെയ്യും. നമ്മൾ എടുത്തിരിക്കുന്നത് കുറച്ച് വെജിറ്റബിളൊക്കെ എടുത്തിട്ടുണ്ട്. നോക്കി, ഇതെല്ലാം നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ എടുത്താൽ മതി. ഞാൻ ചിക്കൻ്റെ നഗറ്റ്സ് വാങ്ങിയിട്ടുണ്ടായി, അതും എടുത്തിട്ടുണ്ട്. പിന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഐസ്ബർഗ്, നമ്മളുടെ ലെറ്റ്യൂസ് എന്നും പറയും, ഐസ്ബർഗും കൂടി എടുത്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഒരു ഫ്ലേവർ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ ബർഗറിലൊക്കെ വെച്ച് കഴിക്കുമ്പോൾ നല്ലൊരു രുചിയല്ലേ. ഇനി നമുക്ക് ഓരോ വെജിറ്റബിളും നല്ല ചോപ്പറിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. മാക്സിമം നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. ചോപ്പർ ആകുമ്പോഴത്തേക്ക് നല്ല ഫൈനായിട്ട് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ചോപ്പർ യൂസ് ചെയ്യുന്നത്. നല്ല ഫൈനായിട്ട് തന്നെ നമ്മളിങ്ങനെ ചോപ്പ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാനും ഒക്കെ നമ്മുടെ ബ്രെഡിൽ സാൻഡ്വിച്ചിലേക്ക് സ്പ്രെഡ് ചെയ്യാനൊക്കെ നല്ല ഈസിയാണ്. അപ്പോൾ എല്ലാ വെജിറ്റബിളും നന്നായിട്ട് ഞാനിങ്ങനെ ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ ടൊമാറ്റോ മാത്രം അതിൻ്റെ പൾപ്പ് മാറ്റിയതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഞാനൊരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണ്ടെങ്കിൽ പച്ചമുളക് നമുക്ക് മാറ്റിയെടുക്കാം. ഞാനൊരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതേപോലെ സവാള ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ടൊമാറ്റോൻ്റെ ആ പൾപ്പ് മാറ്റിയില്ലെങ്കിൽ ആകെ ഇങ്ങനെ കുഴഞ്ഞു പോലെ ഇരിക്കും. എന്നിട്ട് നമുക്ക് ആ ടൊമാറ്റോൻ്റെ പുറം ഭാഗം മാത്രമേ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതിയാകും. ഇതാ നോക്കി, നല്ല കളർഫുള്ളായില്ലേ. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഐസ്ബർഗും കൂടി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ചധികം മയോണൈസ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. അതൊരു തണുത്തിരിക്കുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റാണ്, നല്ല ക്രഞ്ചി ആയിട്ട് കിട്ടും. അടുത്തൊരു ദിവസം ഞാൻ കോൾസ്ലോ ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഇടാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ KFCയിലൊക്കെ കഴിക്കുമ്പോഴത്തേക്കും കിട്ടുന്ന കോൾസ്ലോ ഇല്ലേ, അത് നമുക്ക് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാം. അതിൻ്റെ വീഡിയോ വേണ്ടവരൊന്ന് കമൻറ്റ് ചെയ്യണേ, ഞാൻ ഉണ്ടാക്കിയിടുന്നതായിരിക്കും. ബ്രെഡിൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് മയോണൈസും കുറച്ച് ടൊമാറ്റോയും അതുപോലെ കുറച്ച് ഒറിഗാനോ ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതാ നോക്കി, നമ്മുടെ ടോപ്പിംഗ് ആയിട്ടൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്യാനൊക്കെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സ്പ്രെഡാണ് ഇതും കൂടി നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു മുട്ട അങ്ങോട്ട് എടുത്തിട്ട് അതിൽ കുറച്ച് പെപ്പറും സോൾട്ടും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. നമ്മൾ ചെയ്യുന്നത് ഫ്രഞ്ച് ടോസ്റ്റ് പോലെയാണ് ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് പശുവിൻ പാലാണ് ചേർക്കുന്നത്. അതിലേക്ക് നമ്മളെടുത്ത എഗ്ഗും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്ത് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് വേറെ സാൻഡ്വിച്ച് ഒന്നും ഇല്ലെങ്കിലും ഇത് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഒരു പാനിലേക്ക് ഞാൻ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ആ എഗ്ഗും മിൽക്കും കൂടി ബീറ്റ് ചെയ്ത ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് ഇതേപോലെ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് പാനിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റാണ്. മുകളിൽ മൊത്തം നല്ല ക്രഞ്ചി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടും കിട്ടും ഈ ഒരു ബ്രെഡ് ടോസ്റ്റ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടൊന്ന് ചെയ്ത് നോക്കണേ. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, പുതുതായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമുക്ക് ഓരോ ദിവസവും ഓരോ വീഡിയോ ഒക്കെ ഇടാനുള്ള ഒരു പ്രചോദനമാവുന്നത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ഫാമിലിയിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ വീഡിയോ. ഇനി ഞാൻ ചെയ്യുന്നത് കുറച്ച് നഗറ്റ്സ് ഉണ്ടായിരുന്നു, അതൊന്ന് ജസ്റ്റ് കുറച്ച് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ടോപ്പിംഗ് ആയിട്ട് വെക്കാനാണ്. നിങ്ങളുടെ കയ്യിൽ കുറച്ച് ചിക്കൻ വല്ല ഫ്രൈ ചെയ്തതുണ്ടെങ്കിൽ അതാണെങ്കിലും ചെയ്തിട്ടാൽ മതി. അല്ല, ചിക്കൻ ഇല്ലെങ്കിൽ അത് ഓപ്ഷണലാണ്. നമുക്ക് വേണ്ട ജസ്റ്റ് ആ ഒരു വെജിറ്റബിളിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതിട്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഇനി നമുക്കൊരു പീസ് ബ്രെഡിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ ആ ഒരു മിക്സ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ഞാൻ മിൽക്കി മിസ്സിൻ്റെ ഒരു ചീസിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു കോൾസ്ലോൻ്റെ ആ മിക്സും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്ത് കൊടുക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. മക്കളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും. നമ്മളോട് ഭയങ്കര സ്നേഹമൊക്കെ ആയിരിക്കും. കാരണം വിശന്ന് തളർന്നായിരിക്കില്ലേ വരുന്നത്. മക്കൾക്ക് എന്ത് വന്നാലും ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ ആയിരിക്കും ഇഷ്ടം. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുത്താൽ മതിയാകും. ഇതാ നോക്കി, ഇതേപോലെ ഒന്ന് മറ്റൊരു ബ്രെഡും കൂടി സ്പ്രെഡ് ചെയ്തിട്ട് ഇതേപോലെ അങ്ങോട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന്
ഒന്നും കൂടി ഒന്ന് പാനിൽ വെച്ചിട്ട് ഒന്ന് അപ്പുറവും ഇപ്പുറവും മറിച്ചിട്ട് കൊടുത്താൽ മതിയാകും. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രഞ്ച് ടോസ്റ്റ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ അടുത്ത സാൻഡ്വിച്ച് തയ്യാറാക്കുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ഐസ്ബർഗിൻ്റെ പീസായിട്ട് തന്നെ ഞാൻ ചേർക്കുന്നുണ്ട്. മോൾക്ക് അങ്ങനെയാണ് ഇഷ്ടം. കുറച്ച് ലീഫി വെജിറ്റബിൾ കടിക്കാൻ നമ്മളറിയാലോ, എന്താണ് ബർഗറൊക്കെ കഴിക്കുമ്പോൾ ആ ഒരു ഐസ്ബർഗ് ആ ലീഫ് ഇങ്ങനെ കടിക്കുമ്പോഴത്തേക്ക് നല്ല ക്രഞ്ചി അല്ലേ. അപ്പം മോൾക്ക് അത് ഇഷ്ടമായതുകൊണ്ട് ഞാനത് കുറച്ച് ലീഫിയൊക്കെ ചേർത്താണ് അവൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെയാണെങ്കിലും ചെയ്യാം. അങ്ങനെ വളരെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയുടെ ഗ്രൂപ്പിലൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.